ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്ക പുറത്തിറക്കിയ B-2 ബോംബറുകളിൽ ഒരു സെറ്റ് എയർബേസിൽ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാൻ പുറത്തിറക്കിയ US സ്റ്റെൽത്ത് ബോംബർ എവിടെയെന്നാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നതും. ഇവയെ കണ്ടെത്താൻ കഴിയാത്തതിൽ നിഗൂഢത നിറയുകയാണ്. ജൂൺ 21-ന് മിസോറിയിലെ വെറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്ന് US B-2 ബോംബർ വിമാനത്തിൽ അതിന്റെ 2 വ്യത്യസ്ത സംഘങ്ങളെ വിന്യസിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇറാനിയൻ പ്രതിരോധത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി ഒരു സംഘം പസഫിക്കിന് മുകളിലൂടെ തന്നെ പടിഞ്ഞാറോട്ടേക്ക് പറന്നപ്പോൾ 7 B-2 ബോംബറുകൾ അടങ്ങുന്ന രണ്ടാമത്തെ സംഘമാകട്ടെ ടെഹ്റാന്റെ പോർദോയിലെയും അതുപോലെ തന്നെ നാഥൻസിലെയും ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കിഴക്കോട്ടേക്ക് നീങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ പിന്നീട് ആദ്യം പോയവയെ കുറിച്ച് ഇതുവരെയും യാതൊരു വിവരവും ലഭ്യവുമല്ല. 37 മണിക്കൂർ തുടർച്ചയായ ഒരു റൗണ്ട് ട്രിപ്പിന് ശേഷം സ്ട്രൈക്ക് ടീം അവരുടെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ബേസിൽ തിരിച്ചെത്തുകയാണ് ചെയ്തത്. എന്നാൽ പസഫിക് സമുദ്രത്തിലേക്ക് പറന്ന ടെക്കോയ് ടീമിനെ കുറിച്ച് ഇതുവരെയും വളരെ കുറച്ച് അറിവ് മാത്രമേ ഉണ്ടായുള്ളൂ. എന്നിരുന്നാലും ആ ഗ്രൂപ്പിനെ ഒരു വിമാനമെങ്കിലും ഹവായിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതരായി എന്നതാണ് പുറത്തുവരുന്ന മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ ഹോണോലുലുവിലെ ഹിക്കാം വ്യോമസേനാ താവളവുമായി റൺവേ പങ്കിടുന്ന ഡാനിക്കേൽ കെ ഇനോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സ്റ്റെൽത്ത് ബോംബർ വിമാനം വന്നിറങ്ങിയത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. വിമാനത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള നിഗൂഢതയും അത് വഴിതിരിച്ചു വിടുന്നതിനും ഇറങ്ങുന്നതിനുമുള്ള കൃത്യമായ കാരണവും വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു വീഡിയോയും ഇപ്പോൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്നതാണ് പരിശോധിക്കുന്നതും. ഇനി ഈ വിമാനങ്ങൾ ഇറാന്റെ കണ്ണിൽ പെട്ടോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ അടിയന്തരാവസ്ഥയുടെ സ്വഭാവത്തെക്കുറിച്ചോ സ്റ്റെൽത്ത് ബോംബർ എത്ര നേരം നിലത്ത് തുടർന്നേക്കാം എന്നതിനെക്കുറിച്ചോ ഇതുവരെയും വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നതും. ഇതിനു മുൻപും ഹവായിയിൽ B-2 ബോംബർ വിമാനങ്ങൾ ആസൂത്രിതമല്ലാതെ തന്നെ ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട് എന്നും 2023 ഏപ്രിലിൽ ഹിക്കാമയിൽ സമാനമായ ഒരു അടിയന്തര ലാൻഡിംഗ് സംഭവിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2022 അവസാനത്തിൽ തന്നെ മിസോറയിൽ ഉണ്ടായ മറ്റൊരു അപകടത്തെ തുടർന്നുകൊണ്ട് തന്നെ മുഴുവൻ B-2 ബോംബറുകളും ആ ഒരു ഫ്ലീറ്റ് താൽക്കാലികമായി തന്നെ നിർത്തലാക്കിയതും ഇതിനൊരു കാരണമായി പറയുന്നു. ഏപ്രിലിലെ സംഭവത്തിൽ ഉൾപ്പെട്ട വിമാനം ആഴ്ചകളോളം തന്നെ ഹവായിയിൽ തന്നെ തുടരുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിന് അനുമതി ലഭിക്കുകയും ചെയ്തു. അതായത് തിരിച്ചെത്താൻ അനുമതി ലഭിക്കുകയും ചെയ്തു. 2021-ൽ സമാനമായ ഒരു സംഭവത്തെ തുടർന്നുകൊണ്ട് അറ്റകുറ്റപ്പണികൾക്കായി മറ്റൊരു B-2 കാലിഫോർണിയയിലെ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ആ ഒരു സൗകര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതായും പറയുന്നു. എന്നാൽ ഏറ്റവും ഗുരുതരമായ B-2 അപകടം 2008-ലാണ് സംഭവിച്ചത്. ഗുവായിലെ ആൻട്രസ് വ്യോമസേനാ താവളത്തിൽ നിന്നും പറന്നുയരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സ്പിരിറ്റ് ഓഫ് കാനഡ്സ് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. വിമാനം തകരുകയും എന്നിരുന്നാലും 2 ജീവനക്കാരും സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് ചാടിയതിനാൽ ആ വലിയ അപകടം ഒഴിവാക്കാനും സാധിച്ചു. അതുപോലെ US ആണവ പ്രതിരോധ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമായ B-2 സ്പിരിറ്റ് ബോംബറുകൾ അവയുടെ നൂതനമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്കും വഴക്കമുള്ള ദൗത്യ കീഴ്വഴക്കങ്ങൾക്കും പേരുകേട്ടതാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.